നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ കപ്പൽ മുങ്ങില്ല സാർ, ഒന്ന് ആടി ഉലഞ്ഞതേ ഉള്ളൂ. ഭരണവിരുദ്ധ വികാരമുണ്ടായില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല. പിന്നെ എങ്ങനെ തോറ്റു എന്നതിന് MP ഗോവിന്ദൻ ഉത്തരമില്ല. MP ഗോവിന്ദൻ വിശദീകരിക്കുന്നത് പാർട്ടിയുടെ അടിത്തറ ഭദ്രമെന്നാണ്. ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച പരാജയത്തിന്റെ കാരണം ആഴത്തിൽ പരിശോധിച്ച് കണ്ടെത്തും. ഗോവിന്ദന്റെ വിലയിരുത്തലിൽ മധ്യകേരളത്തിലും മലപ്പുറത്തും മാത്രമാണ് കാര്യമായ തകരാറ് സംഭവിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ അടിത്തറ ഭദ്രമാണ് എന്ന് MP ഗോവിന്ദൻ ആവർത്തിക്കുമ്പോൾ മറുവശത്ത് പാർട്ടി അടികൾ പൊട്ടിത്തെറിക്കുന്നു. ഇനിയും ഇമ്മാതിരി തള്ളുകളാണ് തുടരാൻ ഭാവമെങ്കിൽ ഞങ്ങൾ അവശേഷിക്കുന്ന പാർട്ടിക്കാർ പോലും ഇറങ്ങിപ്പോകുമെന്ന നിലപാടിലാണ് പാർട്ടി അണികൾ. 10 വർഷത്തോളമായി തുടരുന്ന ഭരണത്തിനെതിരായ വിധിയെഴുത്താണ് ജനങ്ങൾ നടത്തിയത്. എന്നിട്ടും ഈ ചുവരെഴുത്ത് വായിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയുന്നില്ല. പിണറായി വിജയന്റെ കുഴലൂത്തുകാരനായി MP ഗോവിന്ദൻ അതമ്പതിച്ചിരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിന് മുന്നിൽ. സർക്കാരും CPM ഒക്കെ ചോദിച്ചു വാങ്ങിയ പരാജയമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം പറയുന്നത്. ആഴത്തിൽ പരിശോധനകൾ നടത്തി തിരുത്താൻ തയ്യാറായില്ല എങ്കിൽ ഇതിലും വലിയ പരാജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ കാത്തിരിക്കുന്നു. എന്നാൽ മറുവശത്ത് CPI പൊട്ടിത്തെറിക്കുകയാണ്. തോൽവിയുടെ മുഖ്യ ഉത്തരവാദിത്വം പിണറായി വിജയനാണ് എന്ന് CPI പറയുന്നു. ഭരണവിരുദ്ധ വികാരം അലയടിച്ചുവെന്നാണ് CPIയുടെ വിലയിരുത്തൽ. സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം കാണാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് CPI. പാർട്ടി സംസ്ഥാന നിർവാഹക സമിതിയുടെ വിലയിരുത്തലിലാണ് രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വന്നത്. എല്ലാം പിണറായി വിജയന്റെ തന്നിഷ്ടമാണ് എന്ന് പാർട്ടി പറഞ്ഞു വയ്ക്കുന്നു. ഏകപക്ഷീയ തീരുമാനങ്ങളാണ് പലതും പിണറായി കൈക്കൊള്ളുന്നത്. മുന്നണിയിൽ കൂട്ടായ കൂടിയാലോചനകളില്ല. തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഒരു വശത്ത് CPM മറുവശത്ത് CPIയും ഉയർത്തുന്നത്. പിണറായി വിജയൻ ശൈലി മാറ്റിയില്ല എങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിയുമെന്ന സൂചന CPI നൽകുന്നു. ന്യൂനപക്ഷ വോട്ടുകളിൽ വൻ ചോർച്ച സംഭവിച്ചിരിക്കുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോട് മുഖ്യമന്ത്രി കാണിച്ച മനോഭാവം കാരണമാണ് ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ LDFന് നഷ്ടപ്പെട്ടത്. കടുത്ത വർഗീയ പരാമർശം നടത്തിയ ഒരാളെ കൂടെ കൊണ്ടു നടന്നത് മുസ്ലിം ന്യൂനപക്ഷത്തെ ഇടതുപക്ഷത്ത് നിന്ന് അകറ്റാൻ കാരണമായി. ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് 2 ദിവസം മുൻപാണ് മുസ്ലിം സമുദായത്തെ അങ്ങേയറ്റം മ്ലേച്ഛമായി ആക്ഷേപിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി ചില പ്രസ്താവനകൾ നടത്തിയത്. അതിന് തൊട്ടുപിന്നാലെ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ച് ഒരേ കാറിൽ കയറി ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക്. പിന്നീട് പിണറായി വിജയന്റെ ബ്രാൻഡ് അംബാസഡറായി വെള്ളാപ്പള്ളി മാറുന്നു. വെള്ളാപ്പള്ളി നടേശനെ തിരുത്തിപ്പിച്ച് കൂടെ നിർത്തേണ്ട സമീപനമായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ പല തീരുമാനങ്ങളും ഏകപക്ഷീയമാണ് എന്ന് CPI ആരോപണം ഉന്നയിക്കുമ്പോൾ മറുവശത്ത് CPM പ്രതിരോധത്തിൽ. തോൽവിയുടെ കാരണം ജനങ്ങളോട് തന്നെ ചോദിക്കണമെന്ന് ബിനോയ് വിശ്വം പാർട്ടി യോഗത്തിൽ പറഞ്ഞു. ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വീകരിക്കുമെന്ന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ തുടർന്ന് CPIയിൽ ഉയർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റേതായ ചില രീതികളുണ്ട്. അതിൽ നിന്ന് മാറിയുള്ള നിലപാട് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുത് എന്ന് ബിനോയ് വിശ്വത്തെ ചിലർ ഓർമ്മപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച നേടണമെങ്കിൽ തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ടു പോകണമെന്ന് CPI മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രത്യേക പരിശോധന നടത്തും. 10 ദിവസത്തിനുള്ളിൽ എല്ലാ ജില്ലാ കൗൺസിലുകളും യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കി അയക്കാൻ നിർദ്ദേശവും നൽകി. വിചിത്രമായ പരിശോധനയാണ് മറുവശത്ത് CPM നടത്തുന്നത്. സർക്കാർ മികച്ച പ്രവർത്തനം തുടർന്നുവെങ്കിലും എന്തുകൊണ്ട് തോറ്റു എന്ന് പരിശോധിക്കാനാണ് പാർട്ടിയുടെ നിർദ്ദേശം. ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കിയില്ല എന്ന് CPM വിലയിരുത്തൽ. ശബരിമല ഒരു തിരിച്ചടിയായി മാറിയിരുന്നു എങ്കിൽ BJPക്ക് ഇതിലും വലിയ നേട്ടമുണ്ടാകുമായിരുന്നു എന്നാണ് CPMന്റെ വിലയിരുത്തൽ. കൊടുങ്ങല്ലൂരും പന്തളവും ഉൾപ്പെടെയുള്ള ക്ഷേത്ര നഗരങ്ങളിൽ BJP നേട്ടമുണ്ടാക്കാത്തത് അതിന്റെ തെളിവാണ്. ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടിട്ടില്ല. എങ്കിലും എന്തുകൊണ്ടാണ് മധ്യകേരളത്തിലും മലപ്പുറത്തുമൊക്കെ ഇത്ര വലിയ പരാജയം സംഭവിച്ചത്? മലപ്പുറത്തിന് പുറമെ മധ്യകേരളത്തിലും കൊല്ലം കോർപ്പറേഷനിലുമുണ്ടായ തിരിച്ചടിയാണ് ഇപ്പോൾ CPMനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നില്ല എന്ന കണ്ടെത്തലാണ് CPM നടത്തിയിരിക്കുന്നത്. വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ. ഇന്ന് ചേരുന്ന LDF മുന്നണി യോഗത്തിലും പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തുവരുന്നു. CPMന്റെ പല പാർട്ടി അണികളിൽ നിന്നും വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ നേതൃത്വത്തിന് കേൾക്കേണ്ടി വരുന്നത്. രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഒരിക്കലും ഒരു ജനകീയ സർക്കാർ ആയിരുന്നില്ല എന്ന പൊതുവികാരമാണ് ജനങ്ങൾക്കുള്ളത്. അതുതന്നെയാണ് തോൽവിയുടെ അടിസ്ഥാന കാരണം.
പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഭരണം തികഞ്ഞ പരാജയമെന്നാണ് പാർട്ടി പ്രവർത്തകർ പോലും വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന ഒരു കൂട്ടം ആളുകൾ അവരുടെ ഇഷ്ടത്തിനൊത്ത് പോലീസുകാരെ ഉപയോഗിക്കുന്നു. മുമ്പൊക്കെ CPM ഒരു തീരുമാനമെടുത്തിരുന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ കൂടിയാലോചനകൾ നടത്തി. എന്നാൽ എല്ലാം പിണറായി വിജയനിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത്. അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതും. ആക്രമണ ശരങ്ങൾ തനിക്ക് നേരെ തിരിയുന്നു എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒഴിഞ്ഞു നിൽക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നു. എന്നാൽ പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യമുണ്ട്. തനിക്ക് പകരം ആര് ഈ പാർട്ടിയെയും ഭരണകൂടത്തെയും നയിക്കും? ആ ചോദ്യത്തിന് മുന്നിൽ നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന CPMന്റെ സംസ്ഥാന നേതൃത്വത്തെയാണ് കാണാൻ കഴിയുന്നത്. രണ്ടാം പിണറായി സർക്കാരിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത് പിണറായി വിജയന്റെ പോലീസ് ഭരണമാണ്. പോലീസിനെ ഉപയോഗിച്ച് വിമർശകരെ അടിച്ചൊതുക്കുന്നു. രാഹുൽ മാങ്കൂട്ടം വിഷയം പോലും CPMനുള്ളിൽ വലിയ തിരിച്ചടിക്ക് കാരണമായി. ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈം രജിസ്റ്റർ ചെയ്തപ്പോൾ മറുവശത്ത് രാഹുലിനെ എന്തുകൊണ്ട് കേരളം വിട്ടു പോകാൻ അനുവദിച്ചുവെന്ന ചോദ്യമാണ് പാർട്ടി പ്രവർത്തകർ ഉയർത്തുന്നത്. അതുകൊണ്ടല്ലേ വലിയ രാഹുൽ വേട്ട എന്ന വികാരമുണർത്താൻ അവർക്ക് കഴിഞ്ഞത്. സ്ത്രീപീഡന കേസ് രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാവണം. അതല്ലെങ്കിൽ ആ പണിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പാർട്ടി പ്രാദേശിക നേതാക്കൾ സംസ്ഥാന നേതാക്കളോട് പറയുന്നു. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും പാർട്ടി അണികൾ ചോദ്യം ചെയ്യുകയാണ്. ഈ സർക്കാരിൽ എത്ര ജനപ്രിയ മന്ത്രിമാർ ഉണ്ട് എന്ന ചോദ്യത്തിന് നേതൃത്വത്തിന് ഉത്തരമില്ല. തുടർഭരണം ലഭിച്ചതോടെ CPM നേതാക്കൾക്കുൾപ്പെടെ ഉണ്ടായ അഹങ്കാരവും ധിക്കാരപൂർവമായ പെരുമാറ്റങ്ങളും സാധാരണ ജനങ്ങളെ പാർട്ടിയിൽ നിന്നകറ്റി. മര്യാദയ്ക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നവർ പോലും ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല. ജനവിരുദ്ധ മുഖമാണ് പലപ്പോഴും CPM പുറത്തെത്തിക്കുന്നത്. അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുണ്ട് എങ്കിലും MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ തികഞ്ഞ പരാജയമെന്നാണ് പാർട്ടി അണികൾ കരുതുന്നത്. ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ച സംഭവിക്കുന്നു. മന്ത്രിമാരെ പിടിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയതും സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അയ്യപ്പ സംഗമം പോലൊരു പരിപാടി ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ നടത്താൻ പാടില്ലായിരുന്നു എന്ന പൊതുവികാരവും പാർട്ടി അണികൾക്കിടയിലുണ്ട്. വെള്ളാപ്പള്ളിയെപ്പോലെ വർഗീയത പറയുന്ന ഒരാളെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കാറിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തിച്ചതും ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയുണ്ടാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന CPM നേതാക്കൾക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യം പത്തനംതിട്ടയിൽ അതിശക്തമാണ്. അതുതന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ പാർട്ടിക്കുണ്ടായ വലിയ തോൽവിയുടെ പിന്നിലും. PM ശ്രീ പദ്ധതി പോലും ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ അമർഷത്തിന് കാരണമായി. BJP CPM ബാന്ധവമുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് പല CPM അണികളും. എന്നാൽ മറുവശത്ത് BJPയും കോൺഗ്രസും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന് MV ഗോവിന്ദൻ പറയുന്നു. വീഴ്ചയുടെ പടുകുഴിയിൽ നിൽക്കുമ്പോഴും യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തി അവ തിരുത്താൻ തയ്യാറാകാത്ത CPM എന്ന പാർട്ടിയെയാണ് കേരളം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഴ്ചയിൽ നിന്ന് കൊടും വീഴ്ചയിലേക്കുള്ള യാത്രയിലാണ് പാർട്ടി എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.